നമ്മൾ ഗൾഫിലും വിദേശത്തൊക്കെ നമ്മുടെ ഭർത്താവ് പോയാൽ ആടി എത്തി പിറ്റേന്ന് വീഡിയോ കോൾ ചെയ്തിട്ടില്ല ഈടെയുള്ള ഭാര്യേൻ്റെ ചൊറിയെന്താ? എപ്പോഴും കത്തയക്കണ്ടേ? പണ്ട് കത്തില്ല, ഇപ്പൊ കത്തില്ല, ഇപ്പൊ വാട്സപ്പ് മെസ്സേജാ. പണ്ട് ദുബായ് കത്ത് എന്ന് പറഞ്ഞ ഒരു സാഹിത്യ ശാഖ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോടെന്തിനാ, അല്ല പൊന്നെ കൽബ് വേദന, എന്നെ കെട്ടി വീട്ടിലാക്കി നാട് വിട്ടതെന്തിനാ, മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മിണ്ടൂല ഞാൻ മാരനെ. അന്ന് വലിയ പ്രശസ്തമായ പാട്ടായിരുന്നില്ലേ അത്? എന്നാൽ 14 വർഷം തൻ്റെ ഭർത്താവ് ഉണ്ടോ, ഉറങ്ങിയോ, കാട്ടില് മൃഗങ്ങളുടെ ഭക്ഷണമായി പോയോ, രാക്ഷസന്മാർ പിടിച്ചു വിഴുങ്ങിയോ, സർപ്പദംശനമേറ്റ് മരിച്ചുപോയോ, കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയോ, ഒരു വിവരവുമില്ലാതെ 14 സംവത്സരം തൻ്റെ ഭർത്താവിനെയും ധ്യാനിച്ച് ഭർത്തൃമാതാക്കന്മാരെ ശുശ്രൂഷിച്ച് കൊട്ടാരത്തിൽ കഴിഞ്ഞ ഉർമിളയില്ലേ, ആ പൊന്നനുജത്തി, നിന്റെ ആ മഹാത്യാഗമാണ് മോളെ ഈ രാമന്റെ വിജയമെന്ന് പറഞ്ഞ് കരയുന്ന രാമനെ നിങ്ങൾ കണ്ടോ? അവിടെയാണ് അനുജന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം. അനുജന്റെ ഭാര്യയോട് കണ്ണു മാറി നോക്കി എന്ന കുറ്റത്തിന് ആ ബാലിയെ കൊന്നത് അല്ലേ? രാമൻ ബാലിയെ കൊന്നത് സഹോദര പത്നിയോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും എന്ത്, അതിൻ്റെ ധാർമ്മികത എന്താണ്? ആ ധാർമ്മികതയാണ് മണ്ഡോദരിയും രാവണനും തമ്മിലുള്ള ബന്ധം. ആ മണ്ഡോദരിയോട് രാവണൻ പറയുന്നുണ്ട്, രാവണൻ സ്ത്രീജിതനല്ല ശ്രീജിതനാണ് എന്ന് പറഞ്ഞാൽ മണ്ഡോദരിയോട് രാവണൻ പറയാ, ലോകത്തിലെ എല്ലാം നല്ലതും ദേവന്മാർക്ക് മാത്രം പോരാ, ഞങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചവരാ. അസുരന്മാരെന്ന് പറഞ്ഞ് ഞങ്ങളെ തള്ളണ്ട, എൻ്റെ അച്ഛനും ബ്രാഹ്മണനല്ലേ, എൻ്റെ അച്ഛനും വിശ്രവസ്സു മുനിയുടെ മകനല്ലേ ഞാൻ. അവിടെ രാക്ഷസന്മാർക്കും അവകാശമുണ്ട്, ഞങ്ങൾക്ക് അസുരന്മാരും ഈ ഭൂമിയിലുള്ളവരാ, ഞങ്ങൾക്കും നല്ലതെല്ലാം വേണം. അപ്പൊ ലോകത്തെ ഏറ്റവും സുന്ദരി സീതയെ എനിക്ക് വേണം. അത് സീതയുടെ സ്ത്രീ ആയതുകൊണ്ടല്ല, ശ്രീ ഉള്ളത് കൊണ്ടാണ്. അവൾ മഹാലക്ഷ്മിയാണ്, അതുകൊണ്ടാണ് ഞാൻ സീതയെ കൊണ്ടുവന്നത്. എന്നിട്ട്